ശാന്തി 5/1/25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 17/10/2003 മധുബൻ. മുഴുവൻ വർഷവും സന്തുഷ്ടമണിയായി സദാ സന്തുഷ്ടമായിരിക്കണം, സർവരെയും സന്തുഷ്ടം ആക്കണം. ഇന്ന് ഹൃദയേശ്വരനായ ബാബ്ദാദ തൻ്റെ 4 ഭാഗത്തുമുള്ള മുന്നിലിരിക്കുന്നവരും സമീപം തന്നെയുള്ള അകലെയുള്ളവരെയും ഓരോ രാജവത്സരരും അതിപ്രിയവുമായ കുട്ടികളെ കണ്ട് ഹർഷിതമാവുകയാണ്. ഓരോ കുട്ടിയും രാജാവാണ്, അതിനാൽ രാജവത്സരരാണ്. ഈ പരമാത്മാ സ്നേഹവും വാത്സല്യവും വിശ്വത്തിൽ വളരെ കുറച്ച് ആത്മാക്കൾക്ക് പ്രാപ്തമാകുന്നുള്ളൂ. എന്നാൽ താങ്കളേവരും പരമാത്മാ സ്നേഹത്തിൻ്റെയും പരമാത്മാ വാത്സല്യത്തിൻ്റെയും അധികാരിയാണ്. ലോകത്തുള്ള ആത്മാക്കൾ വരൂ വരൂ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ താങ്കളെല്ലാവരും പരമാത്മാ സ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പരമാത്മാ പാലനയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഇങ്ങനെയുള്ള ഭാഗ്യം അനുഭവിക്കുന്നുണ്ടോ? ബാബ്ദാദ എല്ലാ കുട്ടികളെയും ഡബിൾ രാജ്യാധികാരികളായി കാണുകയാണ്. ഇപ്പോഴത്തെയും സ്വരാജ്യാധികാരിയായ രാജാവാണ്. ഭാവിയിലും രാജ്യം താങ്കളുടെ ജന്മസിദ്ധ അധികാരമാണ്. അപ്പോൾ ഡബിൾ രാജാവാണല്ലോ. എല്ലാവരും രാജാവാണല്ലോ, പ്രജയല്ല. രാജയോഗിയാണോ അതോ ചിലർ പ്രജായോഗിയുമാണോ? ഏതെങ്കിലും പ്രജായോഗി ഉണ്ടോ? പിന്നിലുള്ളവർ രാജയോഗിയാണോ? പ്രജായോഗിയായി ആരുമില്ലല്ലോ, ഉറപ്പാണല്ലോ. ചിന്തിച്ചു വേണം അതേ എന്ന് പറയാൻ. രാജ്യാധികാരി എന്നാൽ സർവ സൂക്ഷ്മവും സ്ഥൂലവുമായ കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരി. കാരണം സ്വരാജ്യമുണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കാണോ രാജാവാകുന്നത് അതോ സദാ രാജാവായിരിക്കുന്നുണ്ടോ? മുഖ്യമായതാണ് തൻ്റെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സംസ്കാരത്തിൻ്റെയും അധികാരിയാണോ? സദാ അധികാരിയാണോ അതോ ഇടയ്ക്കിടയ്ക്കാണോ? സ്വരാജ്യത്തിൻ്റെ കാര്യത്തിൽ സദാ സ്വരാജ്യമുണ്ടോ അതോ ഒരു ദിവസം ഉണ്ടായിരിക്കുകയും അടുത്ത ദിവസം ഇല്ലാതിരിക്കുകയുമാണോ? രാജ്യം സദാ ഉണ്ടായിരിക്കുന്നുവല്ലോ. അപ്പോൾ സദാ സ്വരാജ്യാധികാരി എന്നാൽ സദാ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സംസ്കാരത്തിൻ്റെയും മേൽ അധികാരം സദാ ഉണ്ടോ? സദാ എന്നതിൻ്റെ കാര്യത്തിൽ അതെ എന്ന് പറയുന്നില്ല. ചിലപ്പോൾ മനസ്സ് താങ്കളെ നടത്തിക്കുകയും താങ്കൾ മനസ്സിനെയും നടത്തിക്കുകയുമാണോ? ഇടയ്ക്ക് മനസ്സ് അധികാരിയാകുന്നുണ്ടോ? ആകുന്നുണ്ടല്ലോ. അപ്പോൾ സദാ സ്വരാജ്യ അധികാരി തന്നെയാണ് വിശ്വരാജ്യ അധികാരി. സദാ ചെക്ക് ചെയ്യൂ, എത്ര സമയം എത്ര പവറോടുകൂടി തൻ്റെ കർമ്മേന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സംസ്കാരത്തിൻ്റെയും മേൽ ഇപ്പോൾ അധികാരിയാകുന്നുവോ അത്രയും തന്നെ ഭാവിയിൽ രാജ്യ അധികാരം ലഭിക്കുന്നു. അഥവാ ഇപ്പോൾ പരമാത്മാ പാലനയുടെയും പരമാത്മാ പഠനത്തിൻ്റെയും പരമാത്മാ ശ്രീമത്തിൻ്റെയും ആധാരത്തിൽ ഈ ഒരു സംഗമയുഗത്തിലെ ജന്മം സദാ അധികാരി ആകുന്നില്ലെങ്കിൽ 21 ജന്മം എങ്ങനെ രാജ്യാധികാരിയാകും? കണക്കുണ്ടല്ലോ. ഈ സമയത്തെ സ്വരാജ്യം അഥവാ സ്വയം തൻ്റെ രാജാവാകുന്നതിലൂടെ തന്നെയാണ് 21 ജന്മത്തിൻ്റെ ഗ്യാരണ്ടി ഉള്ളത്. ഞാൻ ആരാണ്, എന്താകും എന്ന് തൻ്റെ ഭാവി വർത്തമാന സമയത്തെ അധികാരത്തിലൂടെ സ്വയം അറിയാൻ സാധിക്കും. ചിന്തിക്കൂ, വിശേഷ ആത്മാക്കളായ താങ്കളുടെ അനാദിയും ആദിയുമായ പേഴ്സണാലിറ്റിയും റോയൽറ്റിയും എത്ര ഉയർന്നതാണ്. അനാദി രൂപത്തിലും നോക്കൂ. എപ്പോഴാണോ ആത്മാക്കളായ താങ്കൾ പരംധാമത്തിലിരിക്കുന്നത് അപ്പോൾ എത്ര തിളക്കമുള്ള ആത്മാക്കളായി കാണപ്പെടുന്നു. ആ തിളക്കത്തിൻ്റെ റോയൽറ്റിയും പേഴ്സണാലിറ്റിയും എത്ര വലുതാണ്, കാണപ്പെടുന്നുണ്ടോ? ബാബയുടെ കൂടെ ആത്മരൂപത്തിലും ഇരിക്കുന്നു, സമീപം ഇരിക്കുന്നു.
ഏതുപോലെ ആകാശത്തിൽ ചില നക്ഷത്രങ്ങൾ വളരെ കൂടുതൽ തിളങ്ങുന്നവ ആയിരിക്കുമല്ലോ, അതേപോലെ താങ്കൾ ആത്മാക്കളും വിശേഷിച്ച് ബാബയുടെ കൂടെയുള്ളതും വിശേഷിച്ച് തിളങ്ങുന്നതുമായ നക്ഷത്രങ്ങളാണ്. പരംധാമത്തിലും താങ്കൾ ബാബയുടെ സമീപമാണ്. പിന്നെ ആദി സത്യയുഗത്തിലും ദേവാത്മാക്കളായ നിങ്ങളുടെ പേഴ്സണാലിറ്റിയും റോയൽറ്റിയും എത്ര ഉയർന്നതാണ്. മുഴുവൻ കൽപ്പത്തിലും ചുറ്റി സഞ്ചരിക്കൂ. ധർമാത്മാക്കൾ വന്നുപോയി, മഹാത്മാക്കൾ വന്നുപോയി, ധർമ്മപിതാക്കൾ വന്നുപോയി, നേതാക്കൾ വന്നുപോയി, അഭിനേതാക്കൾ വന്നുപോയി. സത്യയുഗത്തിൽ ദേവാത്മാക്കളായ നിങ്ങളുടേതുപോലെയുള്ള പേഴ്സണാലിറ്റി ആർക്കെങ്കിലും ഉണ്ടോ? തൻ്റെ ദേവസ്വരൂപം മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണോ അതോ നമ്മൾ ആകുമോ അതോ ഇല്ലയോ എന്നറിയില്ലേ? ഉറപ്പാണല്ലോ. തൻ്റെ ദേവസ്വരൂപം മുന്നിൽ കൊണ്ടുവരൂ, കാണൂ. പേഴ്സണാലിറ്റി മുന്നിൽ വന്നുവോ? എത്ര റോയൽറ്റിയാണ്. പ്രകൃതിയും പേഴ്സണാലിറ്റി ഉള്ളതാകുന്നു. പക്ഷികൾ, വൃക്ഷം, ഫലം, പുഷ്പങ്ങൾ എല്ലാം പേഴ്സണാലിറ്റി ഉള്ളവയും റോയലും ആയിരിക്കും. ശരി, പിന്നെ താഴേക്ക് വരൂ. അപ്പോൾ തൻ്റെ പൂജ്യരൂപം കണ്ടുവോ? താങ്കളുടെ പൂജ നടക്കുന്നു. ഡബിൾ ഫോറിനേഴ്സ് പൂജ്യരാകുമോ അതോ ഇന്ത്യയിലുള്ളവരാണോ ആകുന്നത്? താങ്കൾ ദേവിമാരും ദേവതമാരും ആയിട്ടുണ്ടോ? തുമ്പിക്കൈ ഉള്ളതല്ല, വാലുള്ളതല്ല. ദേവിമാരും ആ കാളി രൂപമല്ല. എന്നാൽ ദേവതമാരുടെ ക്ഷേത്രത്തിൽ നോക്കൂ. താങ്കളുടെ പൂജ്യ സ്വരൂപത്തിന് എത്ര റോയൽറ്റിയാണുള്ളത്, എത്ര പേഴ്സണാലിറ്റിയാണുള്ളത്. മൂർത്തി 4 അടിയോ 5 അടിയോ ഉള്ളതായിരിക്കും. ക്ഷേത്രം എത്ര വലുതുണ്ടാക്കുന്നു. ഇത് റോയൽറ്റിയും പേഴ്സണാലിറ്റിയുമാണ്. ഇക്കാലത്തെ പ്രൈം മിനിസ്റ്റർ ആയാലും രാജാവായിരുന്നാലും വെയിലത്ത് പാവങ്ങളുടെ കോലം ഉണ്ടാക്കി വയ്ക്കും. എന്ത് തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നാലും താങ്കളുടെ പൂജ്യ സ്വരൂപത്തിൻ്റെ പേഴ്സണാലിറ്റി എത്ര വലുതാണ്, മഹത്തരമാണല്ലോ. കുമാരിമാർ ഇരിക്കുകയാണല്ലോ, താങ്കളുടെ റോയൽറ്റിയാണല്ലോ. പിന്നെ അന്തിമത്തിൽ സംഗമയുഗത്തിലും താങ്കൾ ഇവരുടെയും റോയൽറ്റി എത്ര ഉയർന്നതാണ്. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ പേഴ്സണാലിറ്റി എത്ര വലുതാണ്. ഡയറക്ടർ ഭഗവാൻ താങ്കളുടെ ബ്രാഹ്മണ ജീവിതത്തിൽ പേഴ്സണാലിറ്റിയും റോയൽറ്റിയും നിറച്ചിരിക്കുകയാണ്. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ചിത്രകാരൻ ആരാണ്? സ്വയം ബാബ. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ പേഴ്സണാലിറ്റിയും റോയൽറ്റിയും ഏതാണ്? പ്യൂരിറ്റി. പ്യൂരിറ്റി തന്നെയാണ് റോയൽറ്റി ആണല്ലോ. ബ്രാഹ്മണ ആത്മാക്കളായ ആരെല്ലാം ഇരിക്കുന്നുവോ പ്യൂരിറ്റിയുടെ റോയൽറ്റി ഉണ്ടല്ലോ. അതെ, തലകുലുക്കൂ. പിന്നിലുള്ളവർ കൈ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ പിന്നിലല്ല, മുന്നിലാണ്. നോക്കൂ, ദൃഷ്ടി പിന്നിലേക്ക് പോകുന്നു. മുന്നിലാണെങ്കിൽ ഇങ്ങനെ നോക്കേണ്ടി വരുന്നു, പിന്നിലേക്ക് ഓട്ടോമാറ്റിക്കായി പോകുന്നു. അപ്പോൾ ചെക്ക് ചെയ്യൂ, പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റി സദാ നിലനിൽക്കുന്നുണ്ടോ? മനസ്സ, വാച, കർമ്മണ, വൃത്തി, ദൃഷ്ടി, കൃതി എല്ലാത്തിലും പ്യൂരിറ്റി ഉണ്ടോ? മനസ്സ പ്യൂരിറ്റി എന്നാൽ സദായും സർവരെ പ്രതിയും ശുഭഭാവനയും ശുഭകാമനയും സർവരെയും പ്രതി. ആ ആത്മാവ് എങ്ങനെയുമായിക്കൊള്ളട്ടെ, എന്നാൽ പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റി ഉള്ള മനസ്സാണ് സർവരെ പ്രതിയും ശുഭഭാവന, ശുഭകാമന, മംഗളത്തിൻ്റെ ഭാവന, ദയയുടെ ഭാവന, ദാതാവിൻ്റെ ഭാവന. പിന്നെ ദൃഷ്ടിയിൽ ഒന്നുകിൽ സദാ ഓരോരുത്തരെയും പ്രതി ആത്മീയ സ്വരൂപം കാണപ്പെടണം, അല്ലെങ്കിൽ ഫരിസ്ത രൂപം കാണപ്പെടണം. അവർ ഫരിസ്ത ആയിട്ടില്ലെങ്കിൽ പോലും എൻ്റെ ദൃഷ്ടിയിൽ ഫരിസ്ത രൂപവും ആത്മീയ രൂപവും മാത്രമാകണം. കൃതിയിൽ, അതായത് സമ്പർക്ക സംബന്ധത്തിൽ, കർമ്മത്തിൽ വരേണ്ടതുണ്ട്. അതിൽ സദാ സർവർക്കും സ്നേഹം നൽകണം, സുഖം നൽകണം. മറ്റുള്ളവർ സ്നേഹം നൽകിയാലും നൽകിയില്ലെങ്കിലും
എൻ്റെ കർത്തവ്യമാണ് സ്നേഹം നൽകി സ്നേഹി ആക്കി മാറ്റുക, സുഖം നൽകുക. ദുഃഖം നൽകരുത്, ദുഃഖമെടുക്കരുത് എന്ന് സ്ലോഗനുണ്ടല്ലോ. നൽകുവാനും പാടില്ല, എടുക്കുവാനും പാടില്ല. നൽകുന്നവർ താങ്കൾക്ക് എപ്പോഴെങ്കിലും ദുഃഖം നൽകിയാൽ പോലും താങ്കൾ അതിനെ സുഹൃത്തിൻ്റെ സ്മൃതിയിലൂടെ നോക്കൂ. വീണുപോയവരെ വീഴ്ത്തുകയല്ല ചെയ്യുന്നത്, വീണവരെ സദാ ഉയരങ്ങളിൽ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അവർ പരവശരായി ദുഃഖം നൽകിക്കൊണ്ടിരിക്കുകയാണ്. വീണുപോയല്ലോ, അപ്പോൾ അവരെ വീഴ്ത്താൻ പാടില്ല. ആ പാവത്തിനെ ഒരു തൊഴിക്കുക പാടില്ല. അവരെ സ്നേഹത്തോടെ ഉയരങ്ങളിൽ ഉയർത്തൂ. അതിലും ഫസ്റ്റ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ആദ്യം ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം ആണല്ലോ. തൻ്റെ സർവ സഹചാരികളും, സേവനത്തിലെ സഹചാരികളും ബ്രാഹ്മണ പരിവാരത്തിലെ സഹചാരികളും ഓരോരുത്തരെയും ഉയരങ്ങളിൽ ഉയർത്തൂ. അവർ തങ്ങളുടെ തിന്മ കാണിച്ചാൽ പോലും താങ്കൾ അവരുടെ വിശേഷത നോക്കൂ. നമ്പർ വൈസ് ആണല്ലോ. നോക്കൂ, മാല താങ്കളുടെ സ്മാരകമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നമ്പർ ആയിരിക്കില്ലല്ലോ, 108 നമ്പർ ഉണ്ടല്ലോ. അപ്പോൾ നമ്പർ വൈസാണ്, ആയിരിക്കുകയും ചെയ്യും. എന്നാൽ എൻ്റെ കടമ എന്താണ്? ഞാൻ 8-ലേ ഇല്ല, 108-ൽ ഒരുപക്ഷെ വന്നേക്കാം എന്ന് ചിന്തിക്കരുത്. അപ്പോൾ 108-ൽ ലാസ്റ്റുമായേക്കാം. അപ്പോൾ എന്നിലും കുറച്ച് സംസ്കാരമുണ്ടായിരിക്കുമല്ലോ. എന്നാൽ പാടില്ല. മറ്റുള്ളവർക്ക് സുഖം നൽകി സ്നേഹം നൽകി താങ്കളുടെ സംസ്കാരവും സ്നേഹിയുടെയും സുഖിയുടെയും ആവുക തന്നെ വേണം. ഇത് സേവനമാണ്. ഈ സേവനം ഫസ്റ്റ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ബാബ്ദാദയ്ക്ക് ഇന്ന് ഒരു കാര്യത്തിൻ്റെ മേൽ ചിരി വരുന്നുണ്ടായിരുന്നു. പറയട്ടെ? നോക്കണം, താങ്കൾക്കും ചിരി വരും. ബാബ്ദാദയാണെങ്കിൽ കുട്ടികളുടെ കളി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ബാബ്ദാദ ഒരു സെക്കൻഡിൽ ചിലപ്പോൾ ഏതെങ്കിലും സെൻറ്ററിൻ്റെ TV ഓൺ ചെയ്യുന്നു, ചിലപ്പോൾ മറ്റേതെങ്കിലും സെൻറ്ററിൻ്റെ, ചിലപ്പോൾ ഫോറിനിലെ, ചിലപ്പോൾ ഇന്ത്യയുടെ സ്വിച്ച് ഓൺ ചെയ്യുന്നു. അപ്പോൾ അറിയാൻ കഴിയുന്നു എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. കാരണം ബാബയ്ക്ക് കുട്ടികളോട് സ്നേഹമാണല്ലോ. കുട്ടികളും പറയുന്നു സമാനം ആവുക തന്നെ വേണം. ഉറപ്പാണല്ലോ, സമാനം ആവുക തന്നെ വേണം. ചിന്തിച്ച് കൈ ഉയർത്തൂ. പിന്നെ മരിക്കേണ്ടി വന്നാലും, കുനിയേണ്ടി വന്നാലും, സഹിക്കേണ്ടി വന്നാലും, കേൾക്കേണ്ടി വന്നാലും സമാനമായി തന്നെ കാണിക്കും എന്ന് ആര് മനസ്സിലാക്കുന്നുവോ അവർ കൈ ഉയർത്തൂ. കുമാരിമാർ ചിന്തിച്ച് കൈ ഉയർത്തണം. ഇവരുടെ ഫോട്ടോ എടുക്കൂ. കുമാരിമാർ ധാരാളമുണ്ട്. മരിക്കേണ്ടി വരും, കുനിയേണ്ടി വരും. പാണ്ഡവർ എഴുന്നേൽക്കൂ. കേട്ടുവോ? സമാനം ആകണം. സമാനമായില്ലെങ്കിൽ രസം തോന്നുകയില്ല. പരംധാമത്തിലും സമീപം ഇരിക്കുകയില്ല. പൂജ്യ അവസ്ഥയിലും വ്യത്യാസമുണ്ടാകും. സത്യയുഗത്തിലെ രാജ്യഭാഗ്യത്തിലും വ്യത്യാസമുണ്ടാകും. ബ്രഹ്മബാബയോട് താങ്കൾക്ക് സ്നേഹമുണ്ടല്ലോ. ഡബിൾ വിദേശികൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ട്. ആർക്ക് ബ്രഹ്മബാബയോട് ആഴത്തിലുള്ള ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമുണ്ടോ അവർ കൈ ഉയർത്തു. ശരി, ഉറച്ച സ്നേഹമാണല്ലോ. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, ആരോടാണോ സ്നേഹമുള്ളത് അപ്പോൾ സ്നേഹത്തിൻ്റെ അടയാളം ഇതാണ്. അവർക്ക് നല്ലതായി തോന്നുന്നതെന്താണോ അത് സ്നേഹിക്കുന്നവർക്കും നല്ലതായി തോന്നും. രണ്ടുപേരുടെയും സംസ്കാരവും സങ്കല്പവും സ്വഭാവവും ടാലിയാകുന്നു. അപ്പോഴാണ് അവർ പ്രിയമായി തോന്നുന്നത്. അപ്പോൾ ബ്രഹ്മബാബയോട് സ്നേഹമുണ്ടെങ്കിൽ 21 ജന്മം വരെയും, ആദ്യ ജന്മം മുതൽ രണ്ടാമത്തേതിലോ മൂന്നാമത്തേതിലോ ആണ് വരുന്നതെങ്കിൽ നല്ലതല്ല. എന്നാൽ ഫസ്റ്റ് ജന്മം മുതൽ ലാസ്റ്റ് ജന്മം വരെയും കൂടെയിരിക്കും. ഭിന്ന ഭിന്ന രൂപത്തിൽ കൂടെയിരിക്കും. അപ്പോൾ കൂടെ ആർക്കാണ് ഇരിക്കാൻ സാധിക്കുന്നത്? സമാനമായവർക്ക്.
അത് നമ്പർ 1 ആത്മാവാണ്. അപ്പോൾ എങ്ങനെ കൂടെയിരിക്കും? നമ്പർ 1 ആകും. അപ്പോഴാണ് കൂടെയിരിക്കുന്നത്. എല്ലാത്തിലും നമ്പർ 1. മനസ്സിലും വാക്കിലും കർമ്മത്തിലും വൃത്തിയിലും ദൃഷ്ടിയിലും കൃതിയിലും എല്ലാത്തിലും. അപ്പോൾ നമ്പർ 1 ആണോ നമ്പർ വൈസ് ആണോ? അഥവാ സ്നേഹമുണ്ടെങ്കിൽ സ്നേഹത്തിനു വേണ്ടി എന്തു തന്നെ ബലിയർപ്പണം ചെയ്യുന്നതും പ്രയാസമായിരിക്കില്ല. ലാസ്റ്റ് ജന്മത്തിൽ കലിയുഗത്തിൻ്റെ അന്തിമത്തിൽ പോലും ബോഡി കോൺഷ്യസ് സ്നേഹമുള്ളവർ ജീവൻ പോലും ബലിയർപ്പിക്കുന്നു. അപ്പോൾ താങ്കൾക്ക് അഥവാ ബ്രഹ്മബാബയോട് സ്നേഹമുണ്ടെങ്കിൽ തൻ്റെ സംസ്കാര പരിവർത്തനം ചെയ്തുവെങ്കിൽ വലിയ കാര്യമാണോ? അല്ല. അപ്പോൾ ഇന്നു മുതൽ എല്ലാവരുടെയും സംസ്കാരം ചേഞ്ചായി കഴിഞ്ഞു. ഉറപ്പാണോ? റിപ്പോർട്ട് വരും. താങ്കളുടെ കൂട്ടുകാർ എഴുതും. ഉറപ്പാണോ? ദാദിമാർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്കാരം മാറിക്കഴിഞ്ഞു എന്ന് പറയുന്നു. അതോ ടൈം എടുക്കുമോ? എന്താണ്? ന്യൂയോർക്കിലെ മോഹിനി ബെന്നെ കേൾപ്പിക്കൂ. മാറുമല്ലോ, ഇവരെല്ലാം മാറുമല്ലോ. അമേരിക്കയിലുള്ളവർ മാറും. തമാശയുടെ കാര്യം ബാക്കിയായി. തമാശയുടെ കാര്യം ഇതാണ്. എല്ലാവരും പറയുന്നു പുരുഷാർത്ഥം വളരെയധികം ചെയ്യുന്നുണ്ട്. ബാബ്ദാദയ്ക്ക് കണ്ടിട്ട് ദയയും തോന്നുന്നു. പുരുഷാർത്ഥം വളരെയധികം ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് പ്രയത്നം വളരെയധികം ചെയ്യുന്നു. പറയുന്നത് എന്താണ്? എന്തു ചെയ്യട്ടെ, എൻ്റെ സംസ്കാരം ഇങ്ങനെയാണ്, സംസ്കാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം തന്നെ ലഘൂകരിക്കുന്നു. എന്നാൽ ബാബ്ദാദ ഇന്ന് കണ്ടത് ഇതാണ്. എൻ്റെ സംസ്കാരമാണ് എന്ന് താങ്കൾ ഈ പറയുന്നത് താങ്കളുടെ സംസ്കാരമാണോ? താങ്കൾ ആത്മാവാണല്ലോ, ബോഡി അല്ലല്ലോ. അപ്പോൾ ആത്മാവിൻ്റെ സംസ്കാരം എന്താണ്? താങ്കളുടെ ഒറിജിനൽ സംസ്കാരം ഏതാണ്? ഏതിനെയാണോ ഇന്ന് താങ്കൾ എൻ്റേത് എന്ന് പറയുന്നത്? അത് എൻ്റേതാണോ അതോ രാവണൻ്റേതാണോ? ആരുടേതാണ്? താങ്കളുടേതാണോ? അല്ലല്ലോ. എങ്കിൽ എൻ്റേത് എന്നെന്തുകൊണ്ട് പറയുന്നു? എൻ്റെ സംസ്കാരം ഇങ്ങനെയാണ് എന്ന് തന്നെയല്ലേ പറയുന്നത്? അപ്പോൾ ഇന്നു മുതൽ എൻ്റെ സംസ്കാരം എന്നത് പറയരുത്, പാടില്ല. ചിലപ്പോൾ അവിടെയും ഇവിടെയും നിന്ന് മാലിന്യങ്ങൾ പറന്നു വരാറുണ്ടല്ലോ. അപ്പോൾ ഈ രാവണൻ്റെ വസ്തു വന്നുവെങ്കിൽ അതിനെ എൻ്റേത് എന്നെങ്ങനെയാണ് പറയുന്നത്? എൻ്റേതാണോ? അല്ലല്ലോ. ഇപ്പോൾ ഒരിക്കലും പറയരുത്. എൻ്റെ എന്ന വാക്ക് പറയുകയാണെങ്കിൽ ഇത് ഓർമ്മിക്കൂ. ഞാൻ ആരാണ്? എൻ്റെ സംസ്കാരം എന്താണ്? ബോഡി കോൺഷ്യസ്നെസ്സിലാണ് എൻ്റെ സംസ്കാരം ഉള്ളത്. ആത്മാഭിമാനിയിൽ ഈ സംസ്കാരം ഇല്ല. ഇപ്പോൾ ഈ ഭാഷയും പരിവർത്തനപ്പെടുത്തണം. എൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞ് അലക്ഷ്യരായി മാറുന്നു. ഭാവം അതല്ല, സംസ്കാരമാണ് എന്ന് പറയും. ശരി, രണ്ടാമത്തെ വാക്ക് എന്താണ് പറയുന്നത്? എൻ്റെ സ്വഭാവം. ഇപ്പോൾ സ്വഭാവം എന്ന വാക്ക് എത്ര നല്ലതാണ്. സ്വ എന്നത് സദാ നല്ലതാണ്. എൻ്റെ സ്വഭാവം അഥവാ സ്വയം തൻ്റെ ഭാവം നല്ലതാണ്, മോശമല്ല. അപ്പോൾ എൻ്റെ സ്വഭാവമാണ്, എൻ്റെ സംസ്കാരമാണ് എന്ന് ഏതൊരു വാക്കാണോ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഈ ഭാഷയെ ചേഞ്ച് ചെയ്യൂ. എപ്പോഴെങ്കിലും എൻ്റെ എന്ന വാക്ക് വരികയാണെങ്കിൽ ഓർമ്മിക്കൂ, എൻ്റെ സംസ്കാരം ഒറിജിനലാണോ? ഇതാരാണ് പറയുന്നത്? ഇത് എൻ്റെ സംസ്കാരമാണ് എന്ന് ആത്മാവാണ് പറയുന്നത്. ഇത് ചിന്തിക്കുമ്പോൾ തൻ്റെ മേൽ തന്നെ ചിരി വരും. ചിരി വരികയില്ലേ? ചിരി വരികയാണെങ്കിൽ ഏതൊരു കുഴപ്പം ചെയ്യുന്നുവോ അത് ഇല്ലാതായി പോകും. ഇതിനെയാണ് ഭാഷയെ പരിവർത്തനപ്പെടുത്തുക എന്ന് പറയുന്നത്. അതായത് ഓരോ ആത്മാവിനെ പ്രതിയും സ്വമാനത്തിലും ബഹുമാനത്തിലും ഇരിക്കണം.
സ്വയവും സദാ സ്വമാനത്തിലിരിക്കൂ. മറ്റുള്ളവരെയും സ്വമാനത്തിലൂടെ നോക്കൂ. സ്വമാനത്തിലൂടെ നോക്കുമല്ലോ എങ്കിൽ പിന്നെ താങ്കൾക്കും ഇഷ്ടമല്ലാത്ത ഏതെല്ലാം കാര്യങ്ങളുണ്ടാകുമോ? എപ്പോഴെങ്കിലും ഏതെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ഇഷ്ടം തോന്നാറുണ്ടോ? തോന്നുന്നില്ലല്ലോ. അപ്പോൾ പരസ്പരം സ്വമാനത്തിലൂടെ നോക്കൂ. ഇത് വിശേഷ ആത്മാവാണ്. ഇത് ബാബയുടെ പാലനയിലുള്ള ബ്രാഹ്മണ ആത്മാവാണ്. ഇത് കോടിയിലും ചിലരിലും ചിലരായ ആത്മാവാണ്. കേവലം ഒരു കാര്യം ചെയ്യൂ. തൻ്റെ നയനങ്ങളിൽ ബിന്ദുവിനെ ലയിപ്പിക്കൂ. ഇത്രമാത്രം. ഒന്നാമതായി ബിന്ദുവിലൂടെ നോക്കുന്നു. രണ്ടാമതായി ബിന്ദുവിനെ ലയിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ യാതൊന്നും ഉണ്ടായിരിക്കില്ല, പ്രയത്നിക്കേണ്ടി വരില്ല. ഇതുപോലെ ആത്മാവ് ആത്മാവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആത്മാവ് ആത്മാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആത്മീയ വൃത്തിയും ആത്മീയ ദൃഷ്ടിയും ഉണ്ടാക്കൂ. മനസ്സിലായോ എന്ത് ചെയ്യണം എന്ന്? ഇപ്പോൾ എൻ്റെ സംസ്കാരം എന്നൊരിക്കലും പറയരുത്. സ്വഭാവം എന്ന് പറയുമ്പോൾ സ്വയം തൻ്റെ ഭാവത്തിൽ ഇരിക്കണം. ശരിയല്ലേ? ബാപ്ദാദ ഇതാണ് ആഗ്രഹിക്കുന്നത്. ഈ മുഴുവൻ വർഷവും, സീസൺ 6 മാസമാണ് നടക്കുന്നതെങ്കിലും മുഴുവൻ വർഷവും എല്ലാവരും എപ്പോൾ കണ്ടുമുട്ടിയാലും, ആരുമായും കണ്ടുമുട്ടിയാലും, പരസ്പരമായാലും മറ്റ് ആത്മാക്കളോടായാലും എപ്പോൾ കണ്ടുമുട്ടിയാലും, ആരുമായും കണ്ടുമുട്ടിയാലും അവർക്ക് സന്തുഷ്ടതയുടെ സഹയോഗം നൽകൂ. സ്വയവും സന്തുഷ്ടമായിരിക്കൂ. മറ്റുള്ളവരെയും സന്തുഷ്ടമാക്കൂ. ഈ സീസണിൻ്റെ സ്വമാനമാണ് സന്തുഷ്ടമണി. സദാ സന്തുഷ്ടമണി. സഹോദരന്മാരും മണിയാണ്, മണ അല്ല. മണി ആണ്. ഓരോരോ ആത്മാവിനും ഓരോ സമയവും സന്തുഷ്ടമണിയാണ്. പിന്നെ സ്വയം സന്തുഷ്ടമാണെങ്കിൽ മറ്റുള്ളവരെയും സന്തുഷ്ടമാക്കും. സന്തുഷ്ടമായിരിക്കണം, സന്തുഷ്ടമാക്കണം. ശരിയാണോ? ഇഷ്ടമാണോ? എല്ലാവരും കൈ ഉയർത്തി. വളരെ നല്ലത്. ആശംസകൾ, ആശംസകൾ. ശരി, എന്തും സംഭവിച്ചു കൊള്ളട്ടെ. തൻ്റെ സ്വമാനത്തിൻ്റെ സീറ്റിൽ ഏകാഗ്രമായിരിക്കൂ. അലഞ്ഞു തിരിയരുത്. ചിലപ്പോൾ ഏതെങ്കിലും സീറ്റിൽ, ചിലപ്പോൾ മറ്റേതെങ്കിലും സീറ്റിൽ. പാടില്ല. തൻ്റെ സ്വമാനത്തിൻ്റെ സീറ്റിൽ ഏകാഗ്രമായിരിക്കൂ. ഏകാഗ്രമായി സീറ്റിൽ സെറ്റാകുമ്പോൾ അഥവാ ഏതെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ ഒരു കാർട്ടൂൺ ഷോ പോലെ നോക്കൂ. കാർട്ടൂൺ കാണുന്നത് നല്ലതായി തോന്നുന്നല്ലോ. അപ്പോൾ ഇത് സമസ്യയല്ല, കാർട്ടൂൺ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും സിംഹം വരുന്നു, ഏതെങ്കിലും ആട് വരുന്നു, ഏതെങ്കിലും തേൾ വരുന്നു, ഏതെങ്കിലും വൃത്തികെട്ട പല്ലി വരുന്നു. അത് കാർട്ടൂൺ ഷോയാണ്. തൻ്റെ സീറ്റിൽ നിന്നും അപ്സെറ്റ് ആകരുത്. രസം തോന്നും. ശരി, 4 ഭാഗത്തുമുള്ള രാജവത്സരരായ കുട്ടികൾക്ക്, സർവസ്നേഹിയും സഹയോഗിയും സമാനവുമാകുന്ന കുട്ടികൾക്ക് സദാ തൻ്റെ ശ്രേഷ്ഠ സ്വഭാവത്തിലും സംസ്കാരത്തെയും സ്വരൂപത്തിൽ എമർജ് ചെയ്യുന്ന കുട്ടികൾക്ക്, സദാ സുഖം നൽകുന്ന, സർവർക്കും സ്നേഹം നൽകുന്ന കുട്ടികൾക്ക്, സദാ സന്തുഷ്ടമണിയായി സന്തുഷ്ടതയുടെ കിരണങ്ങൾ വ്യാപിപ്പിക്കുന്ന കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം. ശുഭചിന്തനത്തിൻ്റെയും ശുഭചിന്തക സ്ഥിതിയുടെയും അനുഭവത്തിലൂടെ ബ്രഹ്മബാബയ്ക്ക് സമാനം മാസ്റ്റർ ദാതാവായി ഭവിക്കട്ടെ. ബ്രഹ്മബാബയ്ക്ക് സമാനം മാസ്റ്റർ ദാതാവാകുന്നതിനായി ഈർഷ്യ, ഘൃണ, ക്രിട്ടിസൈസ്, വിമർശനം, ഈ 3 കാര്യങ്ങളിൽ നിന്നും മുക്തമായിരുന്ന് സർവരെ പ്രതിയും ശുഭചിന്തകരാകൂ. ശുഭചിന്തന സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. കാരണം ആരിൽ ഈർഷ്യയുടെ അഗ്നിയുണ്ടോ അവർ സ്വയം കത്തുന്നു, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നു.
വെറുപ്പുള്ളവർ സ്വയവും വീഴുന്നു, മറ്റുള്ളവരെയും വീഴ്ത്തുന്നു. തമാശയ്ക്ക് പോലും ക്രിട്ടിസൈസ് ചെയ്യുന്നവർ ആത്മാവിനെ ധൈര്യഹീനമാക്കി ദുഃഖിപ്പിക്കുന്നു. അതിനാൽ ഈ 3 കാര്യങ്ങളിൽ നിന്നും മുക്തമായിരുന്ന് ശുഭചിന്തക സ്ഥിതിയുടെ അനുഭവത്തിലൂടെ ദാതാവിൻ്റെ കുട്ടികൾ മാസ്റ്റർ ദാതാവാകൂ. സ്ലോഗൻ: മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സംസ്കാരങ്ങളുടെയും മേൽ സമ്പൂർണ്ണ രാജ്യം ഭരിക്കുന്ന സ്വരാജ്യ അധികാരിയാകൂ. തൻ്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യൂ. ബ്രാഹ്മണ കുട്ടികളായ താങ്കൾ തായ്തടിയാണ്. തായ്തടിയിലൂടെ തന്നെയാണ് മുഴുവൻ വൃക്ഷത്തിനും സകാശ് എത്തിച്ചേരുന്നത്. ഇപ്പോൾ വിശ്വത്തിന് സകാശ് നൽകുന്നവരാകൂ. അഥവാ 20 സെൻറ്ററോ 30 സെൻറ്ററോ 250 സെൻറ്ററോ സോണോ ബുദ്ധിയിൽ ഉണ്ടായിരിക്കുകയാണെങ്കിൽ പരിധിയില്ലാത്ത സകാശ് നൽകാൻ സാധിക്കില്ല. അതിനാൽ പരിധികളിൽ നിന്ന് മാറി ഇപ്പോൾ പരിധിയില്ലാത്ത സേവനത്തിൻ്റെ പാർട്ട് ആരംഭിക്കൂ. പരിധിയില്ലാത്തതിലേക്ക് പോകുന്നതിലൂടെ പരിധിയുള്ള കാര്യങ്ങൾ സ്വതവേ ഒഴിഞ്ഞു പോകും. പരിധിയില്ലാത്ത സകാശിലൂടെ പരിവർത്തനം ഉണ്ടാവുക. ഇതാണ് പാസ്റ്റ് സേവനത്തിൻ്റെ റിസൾട്ട്. ഓം ശാന്തി. 5000 വർഷത്തിൻ്റെ ഡ്രാമയുടെ വിസ്താരത്തെ സാരരൂപത്തിൽ നൽകി എന്നെ സ്വദർശന ചക്രധാരിയാക്കി. ഈ സർവശ്രേഷ്ഠ സ്വമാനത്തിൽ ഞാൻ സ്ഥിതി ചെയ്യും. മുഴുവൻ ചക്രത്തിലെ വിഭിന്ന പാർട്ടുകളുടെ അറിവ് ബാബ നൽകിയത് ഞാൻ ദിവ്യബുദ്ധിയിലൂടെ ദർശിക്കുകയും അനുഭവിക്കുകയും ചെയ്യുകയാണ്. സൃഷ്ടിയുടെ ആദിയിലെ സ്വർണിമ ദൃശ്യങ്ങൾ ആ സമയം, ആ രാജ്യം എൻ്റെ ദേവസ്വരൂപം, സർവസമ്പന്ന ജീവിതം ഞാൻ കാണും. ആ ദേവസ്വരൂപ സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. പിന്നെ പകുതി കൽപ്പം എൻ്റെ പൂജനീയ ദേവസ്വരൂപത്തിൻ്റെ സ്മൃതിയിൽ, അതിൻ്റെ സ്വരൂപത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. സൃഷ്ടിയുടെ അന്തിമ കാലമായ പുരുഷോത്തമ സംഗമയുഗത്തിൽ ബാബ എന്നെ പ്രഭു പരിവാരത്തിലേതാക്കി. എന്നെ മാസ്റ്റർ നോളജ്ഫുള്ളാക്കി. സ്വരാജ്യത്തിൻ്റെ തിലകമണിയിച്ചു. വിശ്വമംഗളത്തിൻ്റെ കിരീടധാരിയാക്കി. യോഗി ഭവ പവിത്ര ഭവ എന്ന പ്രഭു വരദാനത്തിലൂടെ എന്നെ സർവ ഈശ്വരീയ പ്രാപ്തികൾക്കും യോഗ്യമാക്കി. എൻ്റെ സങ്കല്പത്തിലും ദൃഷ്ടിയിലും വാക്കിലും ദിവ്യത ധാരണ ചെയ്ത് എനിക്ക് വർത്തമാന
ബ്രാഹ്മണ ജീവിതത്തിൽ നിന്നും എൻ്റെ സമ്പൂർണ്ണ സ്ഥിതിയായ ഫരിഷ്ത അവസ്ഥയിൽ എത്തിച്ചേരേണ്ടതുണ്ട്. എൻ്റെ സമ്പൂർണ്ണ ഫരിഷ്താസ്ഥിതി പ്രാപ്തമാക്കിയ ശേഷം എൻ്റെ നിജധാമമായ നിരാകാരി ലോകത്തിൽ നിരാകാര അവസ്ഥയിൽ ഈ കൽപ്പാന്ത്യത്തിൽ എനിക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട്. കാലത്തിൻ്റെ ഗതി അനുസരിച്ച് വീണ്ടും സ്വർണിമ ലോകത്തിൻ്റെ പുനഃസൃഷ്ടി ഉണ്ടാകുന്ന ദിവ്യവേളയിൽ ദേവതാ സ്വരൂപത്തിൽ ഞാൻ വീണ്ടും ഈ സൃഷ്ടിയിലേക്ക് ദേവശരീരത്തിൽ അവതരിക്കുന്നു. ഈ സ്വദർശനത്തിൻ്റെ അനുഭവം എന്നെ അനേകം പരിധിയുള്ള ചക്രത്തിൽ നിന്നും സ്വതന്ത്രമാക്കുന്നു. എന്നെ വിഘ്നമുക്തമാക്കുന്നു. ആത്മോന്നതിക്ക് ഹിതകരമല്ലാത്ത സംസ്കാരങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കുന്നു. ഞാൻ പ്രസന്ന ചിത്തവും സർവപ്രാപ്തികളുടെയും അധികാരിയുമായി മാറുന്നു. ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ എൻ്റെ അലൗകിക പിതാവിൻ്റെയും പാരലൗകിക പിതാവിൻ്റെയും ശ്രേഷ്ഠ പാലന എന്നെ എൻ്റെ സമ്പൂർണ്ണ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. प्रभु की प्राप्ति का